ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പത്മിനി വരുണിന്റെ പരിഭവം മാറ്റാനായി കടലപ്പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് കേട്ട് പ്രിയങ്ക അങ്ങനെ ചെയ്യാമെന്ന് പത്മിനിക്ക് വാക്ക് നൽകുന്നു. പത്മിനി പോയതിനു ശേഷം വരുണിന്റെ പരിഭവം മാറ്റാൻ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ച് വളരെ താല്പര്യമില്ലാതെയാണ് പ്രിയങ്ക പറയുന്നത്. അത് കേട്ടതും രാധിക പ്രിയങ്കയെ ഉപദേശിച്ചു. മോളെ, അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോൾ പ്രിയങ്ക രാധികയോട് ചോദിച്ചു, അതെ, കടലപ്പായസം ഉണ്ടാക്കി തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? പിന്നെ അതുണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് കൈപ്പറ്റാനായിട്ട് പിന്നെ ആ ഹാളിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യരുത്. എന്താ, അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ രാധിക ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ഹോ, ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെല്ലാം കാണിക്കണം, എന്തൊക്കെ ചെയ്യണം എൻ്റെ ഈശ്വര. എന്തായാലും ഇനിയും കണിമംഗലം തമ്പുരാന്റെ അമൃതത്തെ ആകട്ടെ എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു, മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. പെട്ടെന്ന് രാധികയോട് പ്രിയങ്ക ചോദിച്ചു, അല്ല ചേച്ചി, ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം വേണ്ടിവരും? ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രാധിക കടലപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളും പിന്നെ വരുണിനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതിനും വരുണിനെ കുറിച്ച് മോശമായി സംസാരിക്കരുതെന്നുമൊക്കെ പ്രിയങ്കയോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയങ്ക രാധികയോട് പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, മതി മതി, ഇനി ഉപദേശമൊന്നും വേണ്ട, എനിക്ക് വേഗം ഒന്ന് ചെയ്തു തരുമോ? ഇനി അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് മാറാൻ പാടില്ല അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാകണമല്ലേ? എന്തൊരു കഷ്ടമാ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് രാധിക. രാധികയുടെ മുന്നിൽ പ്രിയങ്ക. അപ്പോഴേക്കും രാധിക അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയോട് രാധിക പറഞ്ഞു, അതെ, ഇനി സങ്കടപ്പെട്ടൊന്നും നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയാം, വേഗം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ഉണ്ടാക്കി തന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഇനി ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകരുത് എന്ന് രാധിക പ്രിയങ്കയെ ഓർമ്മിപ്പിച്ചു. പിന്നീട് വേഗം തന്നെ കടലപ്പായസം രാധിക തയ്യാറാക്കുമ്പോൾ ഇത് അറിഞ്ഞിട്ട് വന്ന ഉർവശി വേഗം കൽപ്പനയ്ക്കരികിലേക്ക് ഓടിയെത്തി. കൽപ്പന തന്നെ മേക്കപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉർവശി ഓടിയെത്തിയത്. അതേ കൽപ്പനെ, നീ ഇവിടെ നിൽക്കുകയാണോ? നമുക്കൊരു പൂരം കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കൽപ്പന ചോദിച്ചത്, അല്ല, ഇളയം എന്തൊക്കെയാ പറയുന്നത്? ഈ സമയത്ത് എവിടെയാ പൂരം ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ കൽപ്പനയോട് ഉർവശി പറഞ്ഞു, പൂരം എവിടെയാണെന്നോ, ദാ ഇവിടെ തന്നെയുണ്ട്, ഇപ്പൊ തന്നെ നമുക്ക് ആ പൂരം കാണാം എന്ന് പറഞ്ഞു. പൂരം കാണാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉർവശി പറഞ്ഞു, അതെ, വരുണിന്റെ പിണക്കം മാറ്റാനായിട്ട് പത്മിനി ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കയോട് കടലപ്പായസം ഉണ്ടാക്കി കൊടുക്കാനാണ്. അവൻ കടലപ്പായസം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ പരിഭവം മാറുമെന്നാണ് പത്മിനി ഏട്ടത്തി പ്രിയങ്കയോട് പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നതോ രാധികയും. അതുകൊണ്ട് നമുക്കിതിൽ ചെറിയ പരിപാടികൾ നടത്തിക്കൂടെ? അവിടെ ചെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഈ കാഴ്ചകൾ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇത് കേട്ട ഉടനെ പ്രിയങ്കയുടെയും രാധികയുടെയും അവിടെ നടക്കാൻ പോകുന്ന ആ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൽപ്പനയും ഇളയമ്മയും കൂടി പെട്ടെന്ന് ആലോചിച്ചു. ശരിയാ, എന്തായാലും നമുക്ക് പോകാം. ഇനി നമ്മളായിട്ട് അവിടെ പോകാതിരുന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളവിടെ ഇല്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ പലത് സംഭവിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പോകാം ഇളയമ്മേ, എത്രയും വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇളയമ്മ പറഞ്ഞു, എന്നാ ഇനി സമയം വൈകിക്കണ്ട, വേഗം വാ, ഇപ്പൊ തന്നെ നമുക്ക് പോകാം. ഇന്ന് വരുണിന്റെയും രാധികയുടെയും ഒക്കെ പ്രകടനം ഒന്ന് കാണണ്ടേ, വേഗം വാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വരുൺ അവിടെ ഹാളിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കടലപ്പായസവുമായി പ്രിയങ്ക എത്തി. വരുൺ, ദാ കടലപ്പായസം എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, അതിനിപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത്, വരുണിന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഇത് കഴിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് തന്നോട് ആരാ അതിന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞത് വരുണിന് കടലപ്പായസം ഒത്തിരി ഇഷ്ടമാണെന്ന്. ഇത് കഴിക്ക് വരുൺ എന്ന് പറഞ്ഞ് അത് വരുണിന് നേരെ നീട്ടുകയാണ് പ്രിയങ്ക. അപ്പോഴും വരുൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ പ്രിയങ്കയെ, എനിക്കിഷ്ടമില്ല എന്ന്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതെന്നും വരുത്തി തീർക്കാനുള്ള തൻ്റെ ഈ ശ്രമം ഉണ്ടല്ലോ, അതൊന്നും വേണ്ട, അതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് ഹാളിലേക്ക് എത്തുകയാണ് കൽപ്പനയും ഉർവശിയും. പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങിക്കാൻ കൂട്ടാക്കാതെ വരുൺ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് പത്മിനി അവിടേക്ക് എത്തി. പത്മിനി ചോദിച്ചു, അതെന്താ, നിനക്ക് ആ പായസം കുടിച്ചാല്? നിന്റെ ഭാര്യയല്ലേ, അത് വാങ്ങിച്ചു കുടിക്കുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, അതിപ്പോ ഇവിടുത്തെ ഒരു ഇഷ്യൂ അല്ല, ഇവിടുത്തെ പ്രശ്നം അതല്ല, എനിക്ക് തൽക്കാലം അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പത്മിനി ചോദിച്ചു, അല്ല,
നിനക്ക് പായസം കുടിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുവോ? ഇല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അതൊരു ഗ്ലാസ് നിനക്ക് കുടിച്ചു നോക്കുന്നത് കൊണ്ട് എന്താ വരുൺ എന്ന് പത്മിനി ദേഷ്യപ്പെട്ട് വരുണിനോട് അന്വേഷിച്ചു. ഉടനെ എല്ലാവരോടും വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വരുൺ പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഈ പായസം കുടിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ്സിലെ പായസം വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങി. പത്മിനി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയങ്കയും വരുണത് കുടിക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോഴാണ് മുത്തശ്ശി അപ്പുറത്ത് മാറി നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. മുന്നിലേക്ക് വരാതെ മറഞ്ഞു നിന്ന മുത്തശ്ശി അവിടെയുള്ള ഓരോരുത്തരെയും ഓരോ നീക്കങ്ങളും പ്രവൃത്തികളും ശ്രദ്ധിച്ചു. വരുണത് കഴിച്ച് ഒരു സിപ്പ് എടുത്തു കഴിയുമ്പോൾ രാധികയും വളരെ സന്തോഷത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ വരുൺ പറഞ്ഞു, ഓ, ഇതെന്താ പായസം? അതെ, ഇതിന് മധുരം കുറവാണ്, വെറുതെ ഉണ്ടാക്കുന്നു എന്ന് വരുത്തി തീർത്താൽ പോരാ എന്ന് പറഞ്ഞ് വരുൺ ആ പായസം എടുത്ത് ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് വരുൺ വീണ്ടും തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, അതിന് നല്ല മധുരം ഉണ്ടായിരുന്നല്ലോ, ഞാൻ നോക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, പ്രിയങ്ക, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഓരോ ഇഷ്ടങ്ങളുമാണ്. അതുകൊണ്ട് ഇത് എനിക്ക് അതിൽ മധുരം കുറവാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിന് മധുരം ഇല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇത് കഴിയിട്ട് നിന്ന് ആ പത്മിനി പറഞ്ഞു, അതിലൊരല്പം പഞ്ചസാര കൂടി ഇട്ടാൽ പോരെ, ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇത് കണ്ടു നിന്ന ഉർവശി പറഞ്ഞു, ആ രാധികെ, നീ വേഗം ഈ പായസം എടുത്തുകൊണ്ട് പോയി അത് ശകലം പഞ്ചസാര ഇട്ട് കൊടുത്തേ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആകെ ഞെട്ടിലോടെ രാധിക നോക്കുകയാണ്. ഉടനെ രാധിക അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ പത്മിനിയും ആകെ ഞെട്ടിത്തെറിച്ച് നോക്കി. ഇതെന്താ ഇവര് ചെയ്യുന്നതെന്ന രീതിയിൽ സംശയത്തോടെ പത്മിനി നോക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കൽപ്പന രാധികയെ വിളിച്ചു. രാധികെ, നിന്നോടെന്താ പറഞ്ഞ, നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. രാധിക മനസ്സോടെ ആ പായസം ചെന്നെടുക്കുന്നു. അതെടുത്ത് രാധിക പോകുമ്പോൾ വരുൺ അത് നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. അങ്ങനെ രാധിക അതുമായി നേരെ കിച്ചണിലേക്ക് പോയി. കൽപ്പനയും ഉർവശിയും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് അങ്ങനെ നിന്നു. അപ്പോഴാണ് പത്മിനി അരികിലേക്ക് എത്തിയിട്ട് ഇരുവരോടുമായി ചോദിച്ചു, അതെ, എന്തിനാ രാധികയുടെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞത്? പ്രിയങ്കയുടെ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞു, അതിലൊരു കാര്യമുണ്ട് എടുത്തി, അവൾ അതിൽ മധുരം ഇട്ടിട്ട് വരുമ്പോഴാണ് അതിലൊരു ട്വിസ്റ്റ്. എടുത്തി കണ്ടോ എന്ന് പറഞ്ഞ് ഉർവശി കാര്യം പറഞ്ഞിട്ട് അകത്തേക്ക് പോന്നു. പത്മിനി അക സംശയത്തോടെ നിൽക്കുമ്പോൾ കൽപ്പനയും ഉർവശിയും കൂടി വേഗം കിച്ചണിലേക്ക് എത്തി. രണ്ടുപേരും രാധികയുടെ പിന്നാലെ പോകുമ്പോൾ മുത്തശ്ശിക്ക് സംശയമായി കഴിഞ്ഞു. മുത്തശ്ശി ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി മുത്തശ്ശിയും ആ കിച്ചണിലരികിലേക്ക് എത്തി. അപ്പോഴേക്കും രാധിക വേഗം പഞ്ചസാര എടുത്ത് അതിലേക്ക് ഇടാനായി തുടങ്ങുമ്പോൾ അവിടേക്കെത്തിയ ഉർവശിയും കൽപ്പനയും ചോദിച്ചു, നീ എന്താ ഈ കാണിക്കാൻ പോകുന്നത്? ഇതില് പഞ്ചസാര ഇടാൻ പോകുന്നു എന്ന് രാധിക മറുപടി പറഞ്ഞത്, നീയെ ആ പഞ്ചസാര അങ്ങോട്ട് വെച്ചിട്ട് അതിലൽപ്പം ഉപ്പ് കലർത്തിക്കേ എന്ന് പറഞ്ഞു. രാധിക പറഞ്ഞു, അയ്യോ, ഉപ്പോ? അതെങ്ങനെ? അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉർവശി പറഞ്ഞു, നിന്നോട് ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതങ്ങ് നീ ചെയ്താൽ മതി. വേഗം നീ അതിനകത്ത് ഉപ്പ് കലർത്താൻ നോക്ക് എന്ന് പറഞ്ഞു. നീ വേഗം ഉപ്പ് കലർത്തുന്നതാണ് നല്ലത്. നീ അതിൽ ഉപ്പ് കലർത്തുകയാണെങ്കിൽ വരുൺ അതോടെ നിന്നോടുള്ള ഈ സ്നേഹവും അടുപ്പമൊക്കെ വരുൺ അതോടെ അവസാനിപ്പിക്കും. നീ മനഃപൂർവ്വം ചെയ്തതാന്ന് വരുണ് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് നീ അതിനകത്ത് ഉപ്പ് കലർത്തുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ രാധിക അത് ചെയ്യാൻ മടി കാണിച്ചങ്ങനെ നിന്നു. പഞ്ചസാര എടുത്ത് മാറ്റി വെച്ചിട്ട് ഉപ്പിൻ്റെ ബോട്ടിലെടുത്ത് ആകെ വേദനയോടെ രാധിക ആ ഉപ്പിലേക്ക് നോക്കി സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉർവശിയും കൽപ്പനയും വീണ്ടും വീണ്ടും പറഞ്ഞു, അതെ, നിന്നോടല്ലേ പറഞ്ഞത് അതിനേക്ക് ഉപ്പ് കലർത്താൻ, ചെയ്യടി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാൻ മടി കാണിച്ച് നിൽക്കുകയാണ് രാധിക. ഉടനെ തന്നെ രാധികയുടെ കയ്യിൽ നിന്ന് ആ ഉപ്പുപാത്രം എടുത്തിട്ട് അതെടുത്ത് നേരെ രാധികയെ കൊണ്ടുവന്ന ആ ഗ്ലാസ്സിനകത്തൊഴിക്ക് ഉർവശി തന്നെ ഉപ്പ് കലർത്തി. ഉപ്പ് അതിലേക്ക് ഇട്ടതും ആകെ ദേഷ്യത്തോടെ നോക്കുകയാണ് കൽപ്പനയും ഉർവശിയും. ഉർവശിയുടെ നേരെയുള്ള രാധികയുടെ നോട്ടം കണ്ട് ഉർവശിക്കും കൽപ്പനയ്ക്കും മനസ്സിലായി ഇത് മനഃപൂർവ്വം തങ്ങളോട് ദേഷ്യപ്പെടുന്നതാണെന്നും അവർക്ക് മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുമുള്ള കാര്യം അപ്പോഴേക്കും മനസ്സിലായി. ഉടനെ ഉർവശി അതിനകത്തേക്ക് വീണ്ടും ആ ഉപ്പ് കൂടുതൽ ഇടുന്നത് കണ്ട് രാധിക പറഞ്ഞു, മതി ഇളയമ്മേ, ഒത്തിരി ഉപ്പിട്ടാലേ ചിലപ്പോൾ ഛർദ്ദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഛർദ്ദിച്ചോട്ടെ, അങ്ങനെ ഛർദ്ദിക്കണം, അങ്ങനെ വന്നാലല്ലേ വരുന്ന നിന്നോടുള്ള സ്നേഹം ഇല്ലാതാവുകയുള്ളൂ. അവൻ മനസ്സിലാക്കട്ടെ നീ ഇതൊക്കെ മനഃപൂർവ്വം അവനെ വേദനിപ്പിക്കാൻ തന്നെ ചെയ്യുന്നതാണെന്ന് എന്ന് പറഞ്ഞ് ഉർവശിയും കൽപ്പനയും ആ പായസത്തിൽ ഉപ്പ് നന്നായി കലർത്തുന്നു. ഇനി ഇതുപോലെയുള്ള പ്രവൃത്തികൾ നിന്നെക്കൊണ്ട് ഞാൻ പലതും ചെയ്യിക്കും. ഇനി ഇതിന്റെ പേരിൽ അവൻ നിന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഉർവശി ആ
പായസത്തിൽ നന്നായി ആ ഉപ്പ് മിക്സ് ചെയ്യുമ്പോൾ കൽപ്പന പറഞ്ഞു, അതെ, നിന്നോട് ഇനി അവൻ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യാനോ മറ്റോ വരികയാണെങ്കിൽ നീ എന്നും പറയാറുണ്ടല്ലോ ഒരു ഡയലോഗ്, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വരന്റെ ഭാര്യയായ പ്രിയങ്കയുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് വരുണിനോട് രാധിക പറഞ്ഞാൽ മതി. അതോടെ അവന് രാധികയ്ക്ക് വരുണിനോടുള്ള അകൽച്ച എന്താണെന്ന് അവൻ മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ വേദനയോടെ രാധിക തൻ്റെ മുന്നിൽ അവർ ഇരുവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടത്തോടെ ആ പായസം എടുക്കാൻ മടി കാണിച്ചങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധികയുടെ കയ്യിലേക്ക് ബലമായി ആ പായസം കൊടുക്കുകയാണ് ഉർവശി. ദാ ഇത് പിടിച്ചോ, വേഗം എന്നിട്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യ്. ഇനി ഒരു കാരണവശാലും വരുൺ നിന്റെ പിന്നാലെ വരാൻ പാടില്ല. പിന്നെ ഈ ഗ്ലാസുമായി നീ പോകുന്ന വഴിക്ക് ഇത് താഴെ എങ്ങാനും ഇട്ട് പൊട്ടിച്ചു കളയുകയോ മറ്റെന്തെങ്കിലും മറിമായം കാണിച്ച് ഇത് വരുൺ കഴിക്കാത്ത രീതിയിൽ എന്തെങ്കിലും നീ ഒപ്പിച്ച ഒരു കാര്യം ഓർത്തോ രാധികേ, അതോടെ നിന്റെ ഈ വീട്ടിലെ പൊറുതിയും പിന്നെ നിനക്കും നിന്റെ കുടുംബത്തിനും ഈ വീട്ടിലുള്ള ഇപ്പോഴുള്ള ആ സ്ഥാനവും ബഹുമാനവും ഒക്കെ ആ അഭിമാനവും ഒക്കെ അങ്ങില്ലാതാകും, ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ഉർവശി രാധികയെ ഭീഷണിപ്പെടുത്തുന്നു. രാധിക ആകെ വേദനയോടെ ആ പായസവുമായി നേരെ വരുണിന്റെ മുന്നിലേക്ക് പോകുന്നു. അപ്പോഴാണ് മുത്തശ്ശി ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് കണ്ടത്. അപ്പോ ഇവരാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ. രാധിക മോളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നത് ഇവരാണല്ലേ എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും രാധിക ആ പായസവുമായി ഹാളിലേക്ക് എത്തി. ഉടനെ അവിടെ നിന്ന് ഉർവശിയും കൽപ്പനയും ഇത് നോക്കി നിന്നു. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, ആ പായസം എന്താ കൊണ്ട് കൊടുക്കാത്തത്? നീ കൊണ്ട് കൊടുക്ക് വരുണിന് എന്ന് പറഞ്ഞതും രാധിക ആ പായസവുമായിട്ട് അങ്ങ് വന്നതും വരുൺ വേഗം ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ട് ഇങ്ങി താ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ നിന്ന് ആ പായസം വാങ്ങിച്ചു. ഇതിൽ താനാ പഞ്ചസാര ഇട്ടതെങ്കിൽ അത് കൃത്യം പാകത്തിനായിരിക്കും എന്ന് വരുൺ വളരെ സന്തോഷത്തോടെ രാധികയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ ആ പായസം കുടിക്കാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശിയും മറ്റെല്ലാവരും ആകെ സങ്കടത്തോടെ അവിടെ നിന്നു. രാധികയുടെ കണ്ണുകൾ നിറയുന്നത് വരുൺ ശ്രദ്ധിച്ചു. രാധിക ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ വരുൺ രാധികയുടെ മുഖത്തെ ആശങ്കയും സങ്കടവും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതുമൊക്കെ വരുൺ ശ്രദ്ധിച്ചു. അപ്പോഴാണ് താൻ ആ പായസം കുടിക്കുന്നത് കാണാനായി അവിടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വരുൺ ശ്രദ്ധിച്ചത്. ഇളയമ്മയും അമ്മയും ഏട്ടത്തിയും എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഉടനെ വരുൺ ചോദിച്ചു, അല്ല, ഇതെന്താ എല്ലാവരും എന്താ കാഴ്ച കാണാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനിവിടെ ഒരു പായസം കുടിക്കുന്നത് ഇവിടെ അത്ര വലിയ വിശേഷമാണോ എന്ന് വരുൺ അന്വേഷിച്ചു. പത്മിനിയെ ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഉർവശി പറഞ്ഞു, അല്ല, വരുൺ പായസം കഴിക്കുന്നത് കണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ഞങ്ങൾ കൂടി കേൾക്കാവല്ലോ. നല്ല പായസമാണെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാവല്ലോ, അതാ കണ്ടു നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, രാധിക പഞ്ചസാര ഇട്ടുകൊണ്ട് വന്നതല്ലേ, മധുരം ഇട്ടതല്ലേ, അപ്പൊ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് കാണും, വരുൺ കഴിക്ക് എന്ന് പറഞ്ഞ് കൽപ്പന വരുണോട് കഴിക്കാൻ പറയുമ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞ് വരുൺ വേഗം ആ പായസം കുടിക്കാൻ തുടങ്ങി. അതൊന്ന് വായിലേക്ക് വെച്ചതും വരുൺ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് അതിനില്ല എന്ന് വരുണ് മനസ്സിലായി. മധുരത്തിന് പകരം ഉപ്പാണെന്ന് കണ്ടതോടെ വരുൺ ആകെ ടെൻഷനോടെ അത് കുടിച്ചിട്ട് ആകെ വല്ലാത്ത മുഖത്തോടെ വരുണിരുന്നു. വരുൺ അത് കുടിക്കുന്നത് കാണാനായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വരുൺ ആ പായസം കുടിച്ചതിന് ശേഷം വരുണിന്റെ പൊട്ടിത്തെറിച്ചുള്ള ആ പ്രതികരണം കാണാനായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. പക്ഷേ പ്രിയങ്കയും കൽപ്പനയും ഉർവശിയും കരുതിയത് വരുൺ ആഗ്രഹിച്ച രീതിയിലുള്ള ടേസ്റ്റ് ആ പായസം കുടിച്ചു കഴിയുമ്പോൾ വരുണ് കിട്ടാതിരിക്കുമ്പോൾ വരുൺ എന്തായാലും പ്രതികരിക്കും, അതും പരിസരം പോലും നോക്കാതെ വരുൺ പ്രതികരിക്കും, അത് തീർച്ചയാണെന്നായിരുന്നു ആ നിമിഷമുള്ള കൽപ്പനയുടെയും ഉർവശിയുടെയും പ്രതികരണം. അവർ രണ്ടുപേരും ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ പായസം കുടിച്ചു തുടങ്ങിയിട്ട് വീണ്ടും വരുൺ ആ പായസത്തിൽ ഉപ്പ് കൂടുതലാണെന്നോ രുചി മാറിയെന്നോ ഒന്നും മിണ്ടാതെ വരുൺ ആസ്വദിച്ച് തന്നെ ആ പായസം കുടിച്ചുകൊണ്ടിരുന്നു. പുഞ്ചിരിയോടെ വരുൺ ആ പായസം കുടിക്കുകയും വീണ്ടും വീണ്ടും അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് പത്മിനി അരികിൽ നിന്ന് കൽപ്പനയെയും ഉർവശിയെയും നോക്കി. വരുൺ ചിരിച്ചുകൊണ്ട് ആ പായസം മുഴുവൻ കുടിച്ചിറക്കുമ്പോൾ രാധിക ആകെ വേദനയോടെ വരുണിനെ നോക്കി. വരുൺ അത് മൊത്തവും ആ നിമിഷം തന്നെ കുടിച്ചു തീർത്തു. ഉർവശിയും കൽപ്പനയും ആകെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നോക്കി. വരുൺ അത് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അങ്ങനെ ഗ്ലാസ്സിലെ പായസം മുഴുവൻ വരുൺ വേഗം തന്നെ അകത്താക്കി. ഇത് കണ്ടതോടെ അതിശയത്തോടെ നോക്കുകയാണ് കൽപ്പനയും ഉർവശിയും. അപ്പോഴേക്കും വരുൺ
ആ പായസ ഗ്ലാസുമായി നേരെ രാധികയുടെ അരികിലേക്ക് ചെന്ന് രാധികയുടെ കയ്യിലേക്ക് പായസം വെച്ചു കൊടുത്തു. ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു, താനേ ഇനി വിഷം കലക്കി തന്നാലും ഞാനത് കുടിക്കും എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു. വരുണിന്റെ ആ ഒരു സംസാരം കേട്ട് രാധിക ആകെ വേദന നിൽക്കുമ്പോൾ പത്മിനിയും ഉർവശിയും കൽപ്പനയും ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ നോക്കുമ്പോൾ പ്രിയങ്ക ഇതൊന്നും കാണാതെ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ആ എല്ലാവരും കാണാൻ നിന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാലോ എന്ന് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞതും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പത്മിനിയോട് മുത്തശ്ശി പറഞ്ഞു, പത്മിനി, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ നിന്റെ മകനെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് വരുണിനെ നീ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി. രാധിക ആകെ നിറഞ്ഞ കണ്ണുകളോടെ വേഗം കിച്ചണിലേക്ക് മടങ്ങി. ഇതൊന്നും അറിയാത്ത പ്രിയങ്ക ഒന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ റൂമിലേക്കും പോയി. അപ്പോഴേക്കും കൽപ്പന ഉടനെ ഉർവശിയോട് ചോദിച്ചു, എന്താ ഇളയമ സംഭവിച്ചത്, അവൻ എങ്ങനെയാ പായസം മുഴുവൻ കുടിച്ചത് എന്ന് ചോദിച്ചു. ഉർവശി അപ്പോഴേക്കും പത്മിനിയോട് പറഞ്ഞു, ചേച്ചി അതിൽ മുഴുവൻ ഉപ്പായിരുന്നു. ഒരു സാധാരണ മനുഷ്യന് ആ പായസം ഒരു കാരണവശാലും കുടിക്കാൻ പറ്റില്ല, അത് സത്യ എന്ന് പറഞ്ഞപ്പോ ഉടനെ കൽപ്പന പറഞ്ഞു, അമ്മേ ഇതിൽ നിന്ന് ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കൂ. വരുണിന് രാധികയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഇതില്ലാതാക്കണമെങ്കിൽ കുറേയേറെ നമ്മൾ പണിപ്പെടേണ്ടി വരും എന്ന് കൽപ്പന പത്മിനിയോട് പറയുമ്പോൾ അത് കേട്ട ഉർവശി പറഞ്ഞു, എത്രയായാലും ശരി അവളെ ഇവിടെ ഇട്ട് ശരിക്കും നരകയാതന അനുഭവിച്ചാലും ശരി വരുണിൽ നിന്ന് അവളെ അകറ്റുക തന്നെ ചെയ്യും ഏത് വിധേനയും എന്ന് ഉർവശി കൽപ്പനയോടും പത്മിനിയോടും അറിയിച്ചു. പിന്നീട് കാണുന്നത് ഐശ്വര്യയുടെ വീട്ടില് ഗൂഢാലോചന നടക്കുകയാണ്. മാലതിയും കൂടെ സോനയും കൂടി എത്തി. ഐശ്വര്യയോട് ചോദിച്ചു, അല്ല മേഡം, നാളെയല്ലേ നമ്മൾ പറഞ്ഞ പൂജ, രാധിക ക്ഷേത്രത്തിലേക്ക് വരുമല്ലോ അല്ലേ, ആ പൂജ നടക്കുന്നത് നാളെയല്ലേ, പൂജ കഴിയുമ്പോൾ മേഡം ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഉടനെ സോന പറഞ്ഞു, അല്ല മേഡത്തിന്റെ ഉദ്ദേശം എന്താ, മേഡത്തിന്റെ നീക്കം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, നാളെ എന്തായാലും ആ പൂജയിൽ അവൾ പങ്കെടുക്കും. കാരണം അവൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട, അവൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലാണ്, അവിടെ വെച്ചാണ് നമ്മൾ ഈ പൂജ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ആ പൂജയിൽ അവളെയും പങ്കെടുപ്പിക്കുന്നതും. അങ്ങനെ ആ പൂജയെല്ലാം നടന്നതിന് ശേഷം നല്ലൊരു പൂജാരിയെ കൂടി കണ്ടെത്തണം. നമ്മൾ പറയുന്ന പോലെയൊക്കെ രാധികയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തക്ക ഒരു പൂജാരിയെ. അതോടൊപ്പം നാളത്തെ പൂജയെല്ലാം കഴിയുമ്പോൾ എല്ലാ സ്വത്തുക്കളും ഞാൻ കൈക്കലാക്കിയിരിക്കും. ഇത് കേട്ടതോടെ സോന ചോദിച്ചു, അല്ല മേഡം അതെങ്ങനെ സംഭവിക്കും, അതാ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ പൂജയ്ക്ക് ശേഷം അതെങ്ങനെയാ സംഭവിക്കുക എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. പൂജയെല്ലാം കഴിയുമ്പോൾ അവൾക്ക് എൻ്റെ മേലുള്ള ആ സംശയവും എല്ലാം അതോടെ ഇല്ലാതാകും. അതിനുശേഷം അവളെ ഞാൻ വിളിച്ചുകൊണ്ട് ആ ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവളെ കൊണ്ട് സത്യം ചെയ്യിക്കും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മോൾ ഒപ്പിട്ട് തരണമെന്ന്. അവൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതോർത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അവൾ എനിക്ക് ആ നിമിഷം ചില പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടും. അവളത് മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോൾ സോന ചോദിച്ചു, അല്ല അവൾക്ക് ചില സംശയങ്ങൾ തോന്നിയാലോ, അപ്പോൾ എന്തു ചെയ്യും മേഡം എന്ന് അന്വേഷിച്ചതും അമ്മമാര് പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണങ്ങൾ പൊതുവെ മക്കളാരും ചോദിക്കാറില്ല. ഇനി അഥവാ അവൾ വിശദീകരണം ചോദിച്ചാൽ തന്നെ അവളുടെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ ഞാൻ വാങ്ങിക്കുന്നുണ്ട് എന്നും അത് അവളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും അല്ലെങ്കിൽ അനാഥാലയത്തിന് കൊടുക്കാനാണെന്നും ഒക്കെ മോളെ കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചതുകൊണ്ടും അതിൻ്റെ സന്തോഷത്തിന് കുറച്ച് സ്വത്തുക്കൾ അനാഥാലയത്തിന് കൊടുക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് അവളെ കൊണ്ട് സൈൻ ചെയ്യിക്കാവല്ലോ എന്ന് ചോദിച്ചതും സോന പറഞ്ഞു, അതെന്തായാലും നല്ല ഐഡിയ മേഡം. കാരണം അവളൊരു അനാഥയായതുകൊണ്ട് അനാഥാലയത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവളെ സംബന്ധിച്ച് വലിയ സന്തോഷം നിറഞ്ഞ കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവളത് സൈൻ ചെയ്ത് തരും മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ കൊണ്ട് നമ്മുടെ ഐശ്വര്യ മേഡം കോടീശ്വരിയാവുമല്ലേ നാളെ രാത്രി കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഈ മാലതി ചോദിച്ചത് കേട്ട ഐശ്വര്യ പറഞ്ഞു, കോടീശ്വരി തന്നെയാണ് ഞാനിപ്പോഴും. ഇപ്പം ഞാൻ കോടീശ്വരി അല്ലെന്ന് ആരാ പറഞ്ഞത്, പക്ഷേ ആ കോടികളൊക്കെ എൻ്റെ അല്ല, അത് ശ്യാമയുടേതാണെന്ന് മാത്രം. എന്നാൽ ആ കോടികളെല്ലാം തന്നെ അതെൻ്റെ പേരിലേക്ക് ആക്കാനാണ് ഇനി ഞാൻ പോകുന്നത്.
ഇനി സംഭവിക്കുന്നതും അതുതന്നെയാണ്. കാരണം ഇവിടെ വെച്ച് അങ്ങനെ ഒരു സൈൻ അവൾ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ പറയും അവളുടെ അമ്മ അവളുടെ മുന്നിൽ പർദ്ദയണിഞ്ഞ് നടക്കുന്ന ഫിദ മേഡം തന്നെയാണെന്നുള്ള വിവരം. അതല്ല, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഞാൻ അതോടെ നടത്തുമ്പോൾ പിന്നെ വേറൊരു പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോഴാണ് വീണ്ടും സംശയമായിട്ട് അവിടേക്ക് സോന എത്തിയത്. അല്ല മേഡം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തെന്ന് അങ്ങനെ വന്നാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പണ്ട് മുതൽ പറയാറുള്ളത് ഇതൊക്കെ എൻ്റെ സ്വത്തല്ല, സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ മകളാണ് എന്നാണ് ശ്യാമ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഈ ശ്യാമ വാരിക്കൂട്ടിയ ഈ സ്വത്തുക്കളൊക്കെ അവളുടെ മകൾ അനുഭവിക്കേണ്ടതാണെന്നതുപോലെ തന്നെ അതിനൊപ്പം നിന്ന് ഞാനും അനുഭവിക്കേണ്ടത് തന്നെയല്ലേ. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാനിങ്ങനെ എടുത്തു. പിന്നെ കുറച്ച് ചെറിയൊരു വിഹിതം അത് ഞാൻ അവർക്ക് നൽകുകയാണ്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാധികയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ ഐശ്വര്യ സ്വന്തമാക്കുമെന്നറിയുമ്പോൾ അവർ ആകെ അതിശയത്തോടെ നോക്കി. പിന്നീട് രാധിക മോള് വീട്ടിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഹാളിലേക്ക് നടന്നു വരുമ്പോൾ പെട്ടെന്ന് അവിടെ മുഖംമൂടി ധരിച്ച ഒരു ഗുണ്ട വേഗം രാധികയുടെ തല മൂടി ഒരു പ്ലാസ്റ്റിക് കവറിൽ മൂടുന്നു. അതിനുശേഷം ആ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുഖം മൂടിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിൽ ശ്യാമയുടെ മുഖം ചേർത്ത് വെച്ച് ശ്യാമയെ ശ്വാസം മുട്ടിച്ച് രാധിക മോളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന കാഴ്ച ശ്യാമ ഉറക്കത്തിൽ കാണാനിടയാകുന്നു. അങ്ങനെ ഒരു ദുസ്വപ്നം കണ്ട് ശ്യാമ ഞെട്ടിയുണരുന്നു.